വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 35 വചനങ്ങളുണ്ട്. ഇതിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം, ഫലം തരാത്ത അത്തിവൃക്ഷം, കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, കടുമണിയും പുളിമാവും, ഇടുങ്ങിയ വാതിൽ, ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം എന്നിങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. കർത്താവ് ഒരു സാബത്തിൽ സെനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി കൂനുള്ളവളായി കഴിഞ്ഞ സ്ത്രീയെ കാണുകയും അവളെ അവിടുത്തെ വിളിച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു. നമ്മളും നമ്മളുടെ പലവിധ രോഗങ്ങളാൽ വലയുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കണം. തീർച്ചയായും കർത്താവ് നമ്മളെയും സുഖപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മൾ രോഗാവസ്ഥയിൽ കഴിയുന്ന മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മൾക്ക് കിട്ടിയ രോഗശാന്തിക്കും അനുഗ്രഹങ്ങൾക്കുമായി നമ്മൾ ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കണം. ആമേൻ.